ഒരു ക്രിസ്തീയ വിശ്വാസി ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊന്ന് സ്നേഹവും രണ്ട് വിശ്വാസവുമാണ്. സ്നേഹവും വിശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രൊമിനൻ്റായി, ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ, ഏറ്റവും ശക്തമായി നിൽക്കേണ്ട രണ്ട് കാര്യമാണ് സ്നേഹവും വിശ്വാസവും. ഇത് രണ്ടും ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ജീവിതത്തിൽ ജയാളി തന്നെയാണ്, ജീവിതത്തിൽ അനുഗ്രഹപൂർണനായിരിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹവും വിശ്വാസവും ഉണ്ടോ? ഈ സ്നേഹവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ അതിനെ നമുക്ക് വളർത്തണം. സ്നേഹത്തിൽ ജീവിക്കണം, വിശ്വാസത്തിൽ ജീവിക്കണം. ഇത് രണ്ടും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. സ്നേഹത്തിലും വിശ്വാസത്തിലും ജീവിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തിയുടെ വാഹകരായി അവർ മാറും. ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയുമൊക്കെ അതിജീവിക്കുവാൻ വേണ്ട ഏക ആയുധമെന്ന് പറയുന്നത് സ്നേഹവും വിശ്വാസവുമാണ്. സ്നേഹത്തിലും വിശ്വാസത്തിലും വളരുന്ന ഒരു വ്യക്തിക്ക് ലോകത്തെ ജയിക്കാൻ, ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ, ലോകത്തിൻ്റെ സിസ്റ്റങ്ങളെ ജയിക്കാൻ അവന് കഴിയും. ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതീക്ഷയറ്റുപോയ നിമിഷങ്ങളും എല്ലാം അതിജീവിക്കുവാൻ കഴിയുന്നത് നമുക്ക് സ്നേഹവും വിശ്വാസവും നമുക്കുണ്ടെങ്കിലാണ്. നമ്മൾ എത്ര പേര് നമ്മുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും വളർത്തുവാൻ അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്താനായിട്ട് നമ്മൾ എത്ര പേര് ശ്രമിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളും ആരാധനകളും ദൈവവചന ധ്യാനങ്ങളും എല്ലാം വാസ്തവത്തിൽ പോയിൻ്റ് ചെയ്യേണ്ടത്, വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ജീവിത നിലവാരം എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ എത്രമാത്രം സ്നേഹത്തിൽ വേരൂന്നിയാണ് ജീവിക്കുന്നത്. നല്ല മനോഹരമായ പാട്ടുകളുണ്ട് നമുക്ക്. സ്നേഹത്തിലൂടെ എല്ലാം ചെയ്യുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം കാണുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ. മനോഹരമായ പാട്ടുകളുണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വിശ്വാസം. അതിനും മനോഹരമായ പാട്ടുകളുണ്ട്. പക്ഷേ നമ്മളിൽ എത്ര പേര് ആ ഒരു ജീവിതത്തിൻ്റെ അടിത്തറകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്? അത് നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും.